അസ്സലാമലൈക്കും. ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ പിള്ളേർ രാവിലെ മുതൽ സ്കൂളിൽ അയച്ചിട്ടുള്ള വൈകുന്നേരം വരെയുള്ള പരിപാടി. അത് കുറേ ആൾ പറഞ്ഞിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ബ്ലോഗ് ഇടണമെന്ന്. അങ്ങനെ ഇട്ടതാണ്. അങ്ങനെ സ്കൂളിലേക്ക് ബസ് കയറ്റാൻ കൊണ്ടുവിട്ട് വന്നപ്പാട് ഉള്ളടിച്ച് പുറമെല്ലാം സീറ്റോടെല്ലാം അടിച്ച് വൃത്തിയാക്കി ബെഡ്റൂമിൻ്റെ അകത്ത് നീറ്റായിട്ട് ഇരിക്കുന്ന അതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ അങ്ങനെ ബെഡ്റൂമിൻ്റെ അകത്ത് ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് ഇതാക്കിയിട്ട് ബെഡ്ഷീറ്റെല്ലാം ഇതാക്കിയിട്ട് ഉള്ളെല്ലാം അടിക്കാൻ പോയി. ഉള്ളിൽ തുടക്കാൻ ബക്കറ്റും മഫെല്ലാം എടുത്ത് തുടക്കാൻ നോക്കുമ്പോൾ സിറ്റോട് വെള്ളം ഒഴിച്ചിട്ട് തന്നെ കഴുകും. അങ്ങനെ സിറ്റോട് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് പാത്രങ്ങളെല്ലാം ഇഷ്ടംപോലെ കഴുകാനുണ്ട്. സ്കൂളിൽ പോയിട്ട് എല്ലാം ചായ എല്ലാം കൊടുത്തതിൻ്റെ ഒരു ഭാഗത്ത് അലക്കാനിട്ടിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ അങ്ങനെ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് ഗ്യാസെല്ലാം തുടച്ച് വൃത്തിയാക്കി. ഗ്യാസ് എന്ന് വെച്ചാൽ ഡെയിലി തുടക്കും ഞാൻ. രാത്രിയും രാവിലെയും തുടക്കും. എന്ന് വെച്ചാൽ വെക്കുമ്പോൾ അങ്ങനെ ചായ പതച്ച് മറിയലാണ് എപ്പോഴും. അങ്ങനെ എപ്പോഴും തുടച്ച് വൃത്തിയാക്കി ഇതാക്കുമെന്ന് വെച്ചാൽ അതുപോലെ നീറ്റാക്കിയിട്ട് വെക്കും. എന്ത് വൃത്തികേടാക്കിയാലും അങ്ങനെ എല്ലാം തുടച്ച് സോപ്പിട്ടിട്ട് തന്നെ തുടക്കും ഞാൻ പാത്രം കഴുകുന്നത്. അങ്ങനെ ചോറിൻ്റെ വെള്ളം തീ നോക്കാൻ പോകുന്നു. ഗ്യാസിലാണ് കേട്ടോ അതിനെ വെക്കുന്നത്. അങ്ങനെ പരിപ്പ് കറിയും വെക്കാനില്ലായില്ലേ. അങ്ങനെ കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് പരിപ്പ് വട ചുടാനാണ്. അങ്ങനെ പരിപ്പ് കറിക്കുള്ളത് ഒരു ഉള്ളി, പരിപ്പ് ലേശം ഇട്ട് കുക്കറിൽ ഒരു ഉള്ളി എടുത്ത് കുക്കറിലിട്ട് പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് അങ്ങനെ ചോറ് തീമാക്കി കുക്കർ തീമയുണ്ട്. അതിൻ്റെ കുക്കർ കറിയായിട്ടുണ്ട്. അപ്പോൾ അതിലെന്താക്കുന്ന വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ച് ഒരു വെളുത്തുള്ളിയും കുണിച്ചിട്ട് 2-3 കരിയാമ്പും ഇടാം. അതിന് കുറച്ച് കരിയാമ്പിലും ഉണ്ടായില്ലോ. അങ്ങനെ കുറച്ച് കരിയാമ്പ് ഇട്ട് കുറച്ച് ചൂടാകുമ്പോൾ അതൊക്കെ കറിയിൽ ഒഴിക്കാം. ആ കറിയിൽ എന്താക്കുന്ന വെച്ചാൽ കുറച്ച് കറി ഫ്രെയിം പാളിൽ കുറച്ച് കറി എടുത്തിട്ട് ഒഴിച്ചിട്ട് ഒരിക്കലും കൂടി ഇളക്കി കൊടുക്കാം. അതിന് പിന്നെ എന്താക്കുന്ന വെച്ചാൽ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ കറി കുറച്ച് കറി എടുത്തിട്ട് അതിൽ കുറച്ച് ഇതാക്കണം. പിന്നെ കൂമ്പ് വറക്കണം. ഇനി കൂമ്പ് മുറിക്കുന്നതും വറക്കുന്നതും വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പകരിക്കുന്നതെന്ന് ഓർമ്മ വന്ന്. അങ്ങനെ കൂമ്പ് വറക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് കൂമ്പ് വറുത്തതും ഏകദേശമായി. പിന്നെ ചെമ്മീൻ പൊരിക്കണം. ചെമ്മീൻ പൊരിച്ചിട്ട് അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് തീമയുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ കുളി നിസ്കാരമെല്ലാം കഴിഞ്ഞ് ചോറെടുത്ത് ഞാൻ മോനും വേവിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് 5 മിനിറ്റ് ഒരു കടത്ത് നിർബന്ധമാണ്. അത് പിന്നെ ചായക്ക് കടി പരിപ്പ് നേരത്തെ പുറത്ത് വെച്ചത് മിക്സിയിലടിച്ച് അതിന് പിന്നെ എന്ന് വെച്ചാൽ എണ്ണ ചൂടായി വരുമ്പം പരിപ്പ് വടക്കിൽ ഇതുമായി. പരിപ്പ് വട എന്ന് പറയാൻ പറ്റൂല കേട്ടോ. അത് ഏകദേശം ആയതേനും. പിന്നെ കട്ടൻ ചായയാക്കി പിള്ളേർക്ക് വന്നിട്ട് കൊടുത്ത്. ഇത്രയുമാണ് ഇന്നത്തെ ബ്ലോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം എല്ലാവരും. ഓക്കെ.